بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അൽഹംദുലില്ലാ, അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചൊരു ഹദീസ് ഉണ്ട്. അൽ മർഉ മഅ മൻ അഹബ്ബ. ഒരു മനുഷ്യൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവൻ്റെ കൂടെ ആയിരിക്കും എന്നുള്ള ഹദീസ്. ഈ ഹദീസ് വെച്ചുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ ഗൗരവമായിട്ട് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. വർത്തമാന കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ മലബാറിൻ്റെ മണ്ണിൽ, കേരളത്തിൽ നാനാഭാഗങ്ങളിലും ഒന്ന് യാത്ര ചെയ്താൽ നമുക്ക് കാണാം ഫുട്ബോൾ താരങ്ങളുടെ കട്ടൗട്ടുകളും അവരുടെ രാജ്യത്തിൻ്റെ പതാകകളൊക്കെ വഹിച്ചുകൊണ്ടുള്ള ചെറുപ്പക്കാരുടെ ഒരു ഘോഷയാത്ര. ഫുട്ബോൾ ഇതിഹാസങ്ങളുടെ, ഫുട്ബോൾ കളിക്കാരുടെ കട്ടൗട്ടുകളും ഫ്ലെക്സുകളും ആ രാജ്യത്തിൻ്റെ കൊടികളുമായിട്ട് അവരുടെ ഫാൻസ് അസോസിയേഷൻ എന്ന പേരിൽ നമ്മുടെ തലമുറയിലെ യുവാക്കൾ, ഒരുപാട് ആളുകളും എന്തോ ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ ഇങ്ങനെ ഓടിപ്പായുകയാണ്. കേരളത്തിൽ എവിടെ പോയാലും ഈ ഫ്ലക്സുകളും കട്ടൗട്ടുകളും മാത്രം കാണുന്നു. ഇത് ഒരു പണ്ഡിതൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ജുമായ്ക്കൊരു പണ്ഡിതൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞാൽ, ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം തീരെ അവർ ഇതിനെ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു ഗൗരവമുള്ള വിഷയമായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ അതിനെ കാണുന്നു. നമ്മുടെ ഉലമാക്കൾ, സുന്നത്തെ ജമാഅത്തിന്റെ ഉലമാക്കൾ ഒരു ഗൗരവമായ വിഷയമായിട്ടാണ് കാണുന്നത്. കാരണം നമ്മുടെ മക്കൾ ദീനിനോടുള്ള അടുപ്പത്തെക്കാൾ അവർക്ക് കൂടുതൽ താല്പര്യം ഈ ഫുട്ബോൾ താരങ്ങളോടും ഫുട്ബോൾ കളിക്കാരോടുമാണ്. അവർ മുടിവെട്ടുന്നത് പോലെ മുടിവെട്ടുന്നു. അവർ വസ്ത്രം ധരിക്കുന്നത് പോലെ ഔറത്ത് മറയാത്ത ചെറിയ ബർമുഡ പോലത്തെ നിക്കറുകളും ബന്നിനുകളൊക്കെ ഇട്ട് റോഡിൽ കൂടെ നടക്കുന്നു. അവരുടെ ജീവിതം അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്, ഫുൾ ഇമിറ്റേഷനാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെയും അള്ളാഹുവിൻ്റെ ഹബീബിനെയും വിശുദ്ധമായ ദീനിനെയും ഖുർആനെയും തിരുസുന്നത്തിനെയും പാടെ അവഗണിച്ചുകൊണ്ട് ഭൗതികമായ ലോകത്തിലൂടെ അവരുടെ ഈ ഒരു പ്രയാണം അതിദുരന്തവും ഗുരുതരവുമായ അവസ്ഥയിലോട്ട് ചെന്നെത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു ചെറുപ്പക്കാരനെ കണ്ടാൽ ഇവൻ മുസ്ലിമാണോ അല്ലയോ എന്ന് സംശയിക്കും വിധം അവൻ്റെ വേഷവിധാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. പേര് കേൾക്കുമ്പോൾ മുഹമ്മദ് എന്നും യൂസുഫ് എന്നും അയ്യൂബ് എന്നും ഒക്കെ പറയുന്ന ചെറുപ്പക്കാരുടെ മുടിയും അവരുടെ രൂപവും കാണുമ്പോൾ പാശ്ചാത്യ ലോകത്ത് ഇറക്കുമതി ചെയ്ത ഏതൊരു ഉൽപ്പന്നം പോലെ തോന്നിപ്പോകുന്ന അപകടകരമായ അവസ്ഥ വരും കാലഘട്ടങ്ങളിൽ ഇത്തരം വേഷങ്ങളും ഇത്തരം വേഷവിധാനങ്ങളും ഒക്കെ അവരുടെ സ്വഭാവത്തിനും അവരുടെ സംസ്കാരത്തിനൊക്കെ മാറ്റം വരുത്തും. അവർ മെല്ലെ ദീനിൽ നിന്ന് അകലും. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഇതിൽ നിന്നും വളരെ വളരെ വ്യത്യസ്തമല്ലാത്ത രൂപത്തിൽ ഇത്തരം സ്വഭാവങ്ങളോട് അടുത്ത് നിൽക്കുകയാണ്. ഏറ്റവും വലിയ ഒരു പരിഹാസം എന്ന് പറയുന്നത്, വേദനയേറിയ പരിഹാസം എന്ന് പറയുന്നത്, മാതാപിതാക്കൾക്ക് പോലും ഇത്തരം വിഷയങ്ങളിൽ ഒന്ന് എതിർത്ത് കുട്ടികളോട് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ പ്രശ്നം? എന്താണ് ഒരു ഫുട്ബോൾ താരത്തെ ഇഷ്ടപ്പെട്ടുകൂടെ? ഫുട്ബോൾ ഒരു കളിക്കാരനെ ഇഷ്ടപ്പെട്ടുകൂടെ? ഫുട്ബോൾ പ്ലെയറിൻ്റെ ഫാൻ ആയിക്കൂടെ എന്നൊക്കെ ചോദിക്കാം. പക്ഷെ ഇതൊരു ഭ്രാന്തമായ അവസ്ഥയിൽ ചെറുപ്പക്കാർ അതിനുവേണ്ടി രണ്ട് തട്ടുകളായി വേർതിരിഞ്ഞുകൊണ്ട് മാത്സര്യ ബുദ്ധിയോടുകൂടി നമ്മുടെ നാട് നിൽക്കുമ്പോൾ, വിശുദ്ധമായ ദീനിൽ നിന്ന് ആ ദീൻ പ്രചരിപ്പിക്കുന്ന ഒരു പണ്ഡിതൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ പാശ്ചാത്യ സംസ്കാരങ്ങളിലൂടെ അവർ ജീവിക്കുമ്പോൾ, ആ രീതിയിലൂടെ അവർ കളിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ സംസ്കാരം പാടെ മാറിപ്പോവുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹു എന്നാണ്. ഒരാൾ ആരെയാണോ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, ആരെയാണോ അനുകരിക്കുന്നത്, അവനിൽപ്പെട്ടവനാണ് എന്നാണ്. നമ്മുടെ മക്കൾ ഇസ്ലാമിൻ്റെ ശർഈയായ വിധികളെയൊക്കെ അവഗണിച്ച് കളയാണ്. ഇതൊരു പക്ഷേ ഇതര മതത്തിലുള്ള ആളുകൾ കേട്ടെന്നിരിക്കാം, അവർ ഈ വിഷയങ്ങൾ ശ്രദ്ധിച്ചു വന്നിരിക്കാം. അവരോടും ഒരു വളരെ വിനയത്തോടു കൂടി പറയുന്നത്, ഇതൊരു മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. ഓരോ മതങ്ങളും, ഇസ്ലാമാണെങ്കിലും ഹൈന്ദവരാണെങ്കിലും ക്രൈസ്തവരാണെങ്കിലും, ആ മതത്തിൻ്റെതായ ഒരു ചട്ടക്കൂടുണ്ട്, നിയമങ്ങളുണ്ട്, നിയമസംഹിതകളുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെതായ ഒരു വേഷമുണ്ട്. മുടി വെട്ടുമ്പോൾ ഒരേപോലെ വെട്ടുക, ഔറത്ത് മറയ്ക്കുമ്പോൾ മുഴുവൻ ഔറത്ത് മറച്ച് വൃത്തിയായിട്ട് നടക്കുക, ഇസ്ലാമിൻ്റെ ശർഈയായ രീതികൾ അനുസരിച്ച് ദീൻ നിയമങ്ങൾ ജീവിക്കുക, ഇങ്ങനെ നിയമങ്ങളുണ്ട്. ഈ നിയമത്തിൽ നിന്ന് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ അകന്നകന്നു പോവുകയാണ്.
മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹബ്ബ. ഒരു മനുഷ്യൻ ആരെയാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവനോടൊപ്പമാണ് എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട് കഴിയുമ്പോൾ ഹബീബായ നബി തങ്ങളെക്കാൾ, സ്വന്തം ഉപ്പയെയും ഉമ്മയെക്കാളും ഇന്നത്തെ നമ്മുടെ നവതലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ സിമ്പതിയും ആഗ്രഹവും അറ്റാച്ച്മെന്റും കളിക്കാരോടായിക്കൊണ്ടിരിക്കുന്നു. ഫുട്ബോൾ കളിക്കാൻ പോകുന്നതിനെ കുറ്റപ്പെടുത്തിയല്ല പറയുന്നത്, ഇതൊരു ഭ്രാന്തമായ അവസ്ഥയിലോട്ട് മാറിപ്പോകുമ്പോഴാണ് ഇതിന് പറ്റുന്ന അപകടങ്ങൾ. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുത്തുനബി തങ്ങൾ പറഞ്ഞു, ലബഅസഹുല്ലാഹു യൗമൽ ഖിയാമ മഅ മൻ യുഹിബ്ബു എന്നാണ്. മരണാനന്തരം ഒരു പുനരുദ്ധാര നാളുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. ഈ ദിവസം ആരെയാണോ ആ മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത്, കൂടുതൽ അംഗീകരിച്ചും ഇമിറ്റേറ്റ് ചെയ്ത് ജീവിക്കുന്നത്, അവരോടൊപ്പം പുനർജീവിപ്പിക്കപ്പെടുന്ന നാളെ ഖിയാമത്ത് നാളിൽ. അള്ളാഹുവിൻ്റെ ഹബീബിനെ ഇഷ്ടപ്പെട്ടു, ആ ഹബീബിൽ ജീവിച്ചതുപോലെ ജീവിച്ചു, ആ റസൂലുള്ളാഹിന്റെ തിരുസുന്നത്തുകൾ അനുധാവനം ചെയ്തു, നബിതങ്ങൾ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിച്ചു. അപ്പോൾ ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ പുനർജീവിപ്പിക്കാം എന്നല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇദാ അബ്ഗളഹുല്ലാഹു അബ്ദൻ, ഒരു അടിമയെ അള്ളാഹു വെറുത്താൽ, അഅതാഹു സലാസൻ വ മനഅഹു സലാസൻ, 3 കാര്യങ്ങൾ അവൻ അള്ളാഹു കൊടുക്കും, 3 കാര്യങ്ങൾ അള്ളാഹുവിന് തടയും. ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഈ ഹദീസിനൊന്ന് പഠിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഅതാഹു സുഹബത്തു സ്വാലിഹീന, സ്വാലിഹീങ്ങളുമായിട്ടുള്ള സഹവാസം അവൻ അള്ളാഹു കൊടുക്കും അള്ളാഹു വെറുക്കുന്ന ഒരാൾക്ക്. വമനഅഹുൽ ഖബൂല, പക്ഷെ അള്ളാഹു കബൂലിനെ തടയും. ആ സ്വാലിഹീങ്ങളെ സ്വീകരിക്കാനുള്ള ഇവർക്കുള്ള മനസ്സും ആ സ്വാലിഹീങ്ങൾക്ക് ഇവരെ സ്വീകരിക്കാനുമുള്ള കൽബിനെ അള്ളാഹു തടഞ്ഞു കളയും. കാണും, അഅതാഹുൽ അഅമാല സ്വാലിഹ, സൽക്കർമ്മങ്ങൾ ഇവർ ചെയ്യും. വമനഅഹുൽ ഇഖ്ലാസ ഫീഹ, അത് നിഷ്കളങ്കതയെ അള്ളാഹു തടഞ്ഞു കളയും. അഅതാഹുല്ലാഹുൽ ഹിക്മത, അള്ളാഹു വിജ്ഞാനവും അറിവും കൊടുക്കും. വമനഅഹു സിദ്ഖ, സത്യസന്ധതയെ അള്ളാഹു എടുത്തു മാറ്റിക്കളയും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം സന്ദർഭങ്ങളും സാഹചര്യങ്ങളിൽ നിന്നും അകലം പാലിക്കണം. ഈ ഒരു ഭ്രാന്തമായ ഒരു വല്ലാത്ത ആവേശത്തോടു കൂടിയുള്ള ഈ ഒരു കടന്നുകയറ്റം നമ്മുടെ കേരളത്തിലുള്ള ചെറുപ്പക്കാരോട്, യുവാക്കളോട് വളരെ വിനീതമായിട്ട് പറയാനുള്ളത്, നമ്മിൽ നിന്ന് പിന്മാറി ദീനുമായിട്ട് ബന്ധപ്പെടുക, അള്ളാഹുവിൻ്റെ പള്ളിയുമായിട്ട് ബന്ധപ്പെടുക, 5 വഖത്ത് പള്ളിയിൽ പോയി നിസ്കരിക്കുക. ആ മാതാപിതാക്കളാണ്, അള്ളാഹുവിൻ്റെ റസൂലിനെയാണ് ഏറ്റവും കൂടുതൽ പ്രിയം വെക്കേണ്ടത്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. എന്നെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ, നിങ്ങളുടെ മാതാപിതാക്കളെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ, നിങ്ങളുടെ കുടുംബത്തെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ, സർവസ്വത്തിനെയും നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിനേക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ മുഅ്മിനാവുകയില്ല. ഹബീബായ നബി തങ്ങളെക്കാൾ വലുതാകരുത് നമ്മുടെ രാഷ്ട്രീയം. എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ കോൺഗ്രസ്സുകാരുണ്ടാവാം, കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവാം, മറ്റു ഇതര രാഷ്ട്രീയ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരുണ്ടാകാം. ഏത് പ്രസ്ഥാനമായാലും, ഏത് സംഘടനയായാലും, ഏത് കളിക്കാരാണെങ്കിലും ദീനിനേക്കാൾ വലുത് ആകരുത് നമുക്കൊന്നും. നമ്മുടെ മതം സംശുദ്ധമാണ്, നമ്മുടെ മതം പരിപൂർണമാണ്, നമ്മുടെ മതം തികഞ്ഞ ഏറ്റവും സത്യസന്ധമായ ഒരു മാർഗരേഖയാണ്. ഇൻഷാ അല്ലാഹ് അതനുവർത്തിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. യുവതലമുറ അതിനൊരു വഴികാട്ടിയാകണം. വരും തലമുറ നമ്മളെ കണ്ടാണ് പഠിക്കുന്നത്. നിങ്ങളാണ് ഈ നാടിൻ്റെ യഥാർത്ഥ മാതൃകകൾ. അതാവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. നമുക്കും കുടുംബജീവിതം ഉണ്ടാവും, നമുക്കും മക്കളുണ്ടാവും. ആ മക്കൾ നമ്മളെ ഇമിറ്റേറ്റ് ചെയ്താണ് ജീവിക്കേണ്ടവർ. നമ്മൾ നന്നായാലാണ് വരും തലമുറകൾ നന്നാവുകയുള്ളൂ. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് തരട്ടെ എന്ന് മാത്രം ഉപദേശിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.